ഇനി മറ്റൊരു പരാതി ആശുപത്രിക്കെതിരെ വരുന്ന ആലുവ രാജഗിരി ആശുപത്രിക്കെതിരെയാണ്. ചികിത്സാ പിഴവ് പരാതിയുമായി ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസിന്റെ കുടുംബം. നടുവ് വേദനയ്ക്ക് നടത്തിയ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ ഞരമ്പ് മുറിഞ്ഞതാണ് ബിജുവിന്റെ മരണത്തിന് കാരണമായത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ആരോപണം ആശുപത്രി അധികൃതർ പക്ഷേ നിഷേധിക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും. ശ്യാം, ഈ കുടുംബം ആരോപിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് എന്താണ്? ആ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് കുടുംബം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. മധു, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി നടുവുവേദനയ്ക്ക് ഓപ്പറേഷന് വേണ്ടി രാജഗിരി ആശുപത്രിയിൽ ഈ ബിജു തോമസ് ചോറ്റാനിക്കര സ്വദേശി ചികിത്സ തേടുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയയും മറ്റും നടന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് ഇയാൾക്ക് കലശലായ രീതിയിലുള്ള വയറുവേദനയും വയറ് വീർത്തു തുടങ്ങുകയും ഒക്കെ ആയിരുന്നു. തുടർന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമെന്നാണ് പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ ഈ ബന്ധുക്കൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇക്കാര്യം ഡോക്ടർ പറയുമ്പോൾ ശസ്ത്രക്രിയയിൽ ചെറിയൊരു പിഴവുണ്ടായി എന്ന കാര്യം ഡോക്ടർ പറയുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അത് വ്യക്തമല്ല. നിലവിലിപ്പോൾ ഈ രണ്ടാമത് വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയും ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും ICUവിലേക്ക് കയറ്റിയ ശേഷം പിന്നീട് മൂന്നാമത് ശസ്ത്രക്രിയ നടത്തിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പക്ഷേ ഇവർ പറയുന്നത് ആദ്യ ശസ്ത്രക്രിയയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഞരമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട്. തുടർന്ന് ഉള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് ഈ മരണകാരണമെന്നാണ് നിലവിൽ ഈ ബന്ധുക്കളും മറ്റും നിലവിൽ ആരോപിക്കുന്നത്. ഇതിൽ ഡോക്ടറും പറയുന്നത് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. നിലവിലിപ്പോൾ ഈ ബിജുവിൻ്റെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ഈ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിന് നിലവിൽ ബന്ധുക്കൾ എടത്തല പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടത്തല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് ഇനി ഉടൻ തന്നെ ചേരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡോക്ടേഴ്സിൻ്റെ വിശദീകരണം ഉൾപ്പെടെയുള്ളവ ലഭിച്ച ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ലഭിച്ച ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക.